ഒരു നിക്ഷേപൻ എന്ന നിലയിൽ കൈവശമുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവവികാസങ്ങളും വാർത്തയും കോർപ്പറേറ്റ് നടപടിയുമൊക്കെ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് നിർണായകവും അനിവാര്യവുമാണ്. കാരണം ഓഹരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത അല്ലെങ്കിൽ കമ്പനിയുടെ പുതിയ തീരുമാനം എങ്ങനെയെന്ന് സംയോജിതമായി വിലയിരുത്താൻ സാധിച്ചാൽ അതിൻ്റെ അനന്തരഫലം അനുകൂലമെങ്കിൽ ഗുണഫലം കരസ്ഥമാക്കാനും പ്രതികൂലമെങ്കിൽ നഷ്ടം കുറയ്ക്കാനും നിക്ഷേപകരെ സഹായിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 9 മുതൽ 13 വരെയുള്ള പുതിയ വ്യാപാര ആഴ്ചയിൽ ഓഹരി വിഭജനം അഥവാ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 4 ലിസ്റ്റഡ് കമ്പനികളുടെ വിശദാംശങ്ങൾ നോക്കാം. ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യൂ നിർദ്ദിഷ്ട അനുപാതത്തിൽ താഴ്ത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്നത്. ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുന്ന നിശ്ചിത അനുപാതത്തിന് അനുസൃതമായി ഓഹരിയുടെ വിപണി വില താഴുകയും അതേ അനുപാതത്തിൽ ഓഹരി എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമിക മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നിരുന്നാലും ഓഹരി വിഭജനം റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഗുണകരമാണ്. കാരണം ഓഹരി വിഭജിക്കുന്നതിലൂടെ വിപണി വിലയും താഴുന്നതിനാൽ കൂടുതൽ ഓഹരികൾ വാങ്ങാമെന്ന മെച്ചവുമുണ്ട്. ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനാൽ ഓഹരി ഇടപാടുകൾ താരതമ്യേന സുഗമമാകുമെന്നും നേട്ടമാണ്. അതേപോലെ കമ്പനിയുടെ വളർച്ചാ സാധ്യതയിലേക്കും നേതൃത്വത്തിന്റെ ആത്മവിശ്വാസത്തിലേക്കും വിരൽ ചൂണ്ടുന്ന നടപടിയായും ഓഹരി വിഭജനത്തെ വിലയിരുത്താറുണ്ട്. മേൽ സൂചിപ്പിച്ച ഘടകങ്ങളിലൂടെ ഓഹരി ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ആ ഓഹരിയുടെ വിപണി വിലയും ക്രമേണ ഉയരാം. അങ്ങനെ വരുമ്പോൾ നിക്ഷേപകന് വിപണി മൂല്യത്തിൽ നേട്ടം കരഗതമാകും. എഴുതുന്നതിനും പ്രിന്റിങ്ങിനും ഉപയോഗിക്കുന്ന വിവിധതരം കടലാസുകൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ആന്ധ്ര പേപ്പർ ലിമിറ്റഡ്. ഇതിനു പുറമെ പൾപ്പ്, പേപ്പർ ബോർഡ്, പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പേപ്പറുകളും ഈ മൈക്രോ ക്യാപ് കമ്പനി നിർമ്മിക്കുന്നുണ്ട്. അതേസമയം 10:2 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് ആന്ധ്ര പേപ്പർ കമ്പനിയുടെ അറിയിപ്പ്. ഇതുപ്രകാരം നിലവിൽ 10 രൂപ മുഖവിലുള്ള ഒരു ആന്ധ്ര പേപ്പർ ഓഹരി 2 രൂപ മുഖവിലുള്ള 5 ഓഹരികളായി മാറ്റപ്പെടും. ഇതിനായുള്ള എക്സ്പയറി തീയതി സെപ്റ്റംബർ 11 നിശ്ചയിച്ചു. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 564 രൂപയിലായിരുന്നു ആന്ധ്ര പേപ്പർ ഓഹരിയുടെ ക്ലോസിംഗ്. നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം 245 കോടി രൂപയാണ്. ആന്ധ്ര പേപ്പറിന്റെ 72.31% ഓഹരി വീതം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത്. അമേരിക്കൻ ശീതളപാനീയ കമ്പനിയായ പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. 90കൾ മുതൽക്ക് പെപ്സിയുമായി സഹകരിക്കുന്ന വരുൺ ബിവറേജസ് ആണ് പെപ്സിയുടെ വിവിധ ബ്രാൻഡുകളിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് രാജ്യത്ത് വിതരണം ചെയ്യുന്നത്. അതേസമയം 5:2 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് വരുൺ ബിവറേജസിന്റെ പ്രഖ്യാപനം. ഇതിനനുസരിച്ച് ഇപ്പോൾ 5 രൂപ മുഖവിലുള്ള ഒരു വരുൺ ബിവറേജസ് ഓഹരി 2 രൂപ മുഖവിലുള്ള ഓഹരികളായി മാറ്റപ്പെടും. അതായത് നിലവിൽ 10 ഓഹരികൾ കൈവശമുള്ളവർക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം 25 ഓഹരികൾ പക്കലുണ്ടാകുമെന്ന് സാരം. ഇതിനായുള്ള എക്സ്പയറി തീയതി സെപ്റ്റംബർ 12 ആണ്. വെള്ളിയാഴ്ച 1493 രൂപയിലായിരുന്നു വരുൺ ബിവറേജസ് അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം 1,94,000 കോടി രൂപയാകുന്നു. വിവിധതരം തയ്യൽ നൂലുകൾ നിർമ്മിക്കുന്ന ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് സ്പോട്ട് കിങ് ഇന്ത്യ ലിമിറ്റഡ്. 10:1 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് ഈ മൈക്രോ ക്യാപ് ഓഹരിയുടെ അറിയിപ്പ്. ഇതുപ്രകാരം നിലവിൽ 10 രൂപ മുഖവിലുള്ള ഒരു സ്പോട്ട് കിങ് ഇന്ത്യ ഓഹരി 1 രൂപ മുഖവിലുള്ള 10 ഓഹരികളായി മാറ്റപ്പെടും. ഇതിനായുള്ള എക്സ്പയറി തീയതി സെപ്റ്റംബർ 13 നിശ്ചയിച്ചു. വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ 1498 രൂപയിലായിരുന്നു സ്പോട്ട് കിങ് ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ്. നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം 1,900 കോടി രൂപയാണ്. സ്പോട്ട് കിങ് ഇന്ത്യയുടെ 74.36% ഓഹരി വീതം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത്. കോർപ്പറേറ്റ് അഡ്വൈസറി, കൺസൾട്ടൻസി സർവീസസ് തുടങ്ങിയ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് വൺസോഴ്സ് ഐഡിയാസ് വെഞ്ചേഴ്സ് ലിമിറ്റഡ്. 10:1 അനുപാതത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് ഈ നാനോ ക്യാപ് ഓഹരിയിലെ പ്രഖ്യാപനം. ഇത് പ്രകാരം നിലവിൽ 10 രൂപ മുഖവിലുള്ള ഒരു വൺസോഴ്സ് ഐഡിയാസ് വെഞ്ചർ ഓഹരി 1 രൂപ മുഖവിലുള്ള 10 ഓഹരികളായി മാറ്റപ്പെടും. ഇതിൻ്റെ എക്സ്പയറി തീയതി സെപ്റ്റംബർ 13 ആണ്. വെള്ളിയാഴ്ച 93 രൂപയിലായിരുന്നു വൺസോഴ്സ് ഐഡിയാസ് വെഞ്ചർ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം 30 കോടി രൂപയാണ്. വൺസോഴ്സ് ഐഡിയാസ് വെഞ്ചറിൻ്റെ 65% ഓഹരി വീതം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ പക്കലാണുള്ളത്. മേൽ സൂചിപ്പിച്ച ഓഹരി വിഭജനം സംബന്ധിച്ച വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം നേടുകയോ സ്വന്തം പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടീം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.